ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പനും തിരുവപ്പനും ഇനിയും പത്തനംതിട്ടയിൽ മണ്ണിൽ എത്തുകയാണ്. മലബാറിൽ മാത്രം കണ്ടുവരുന്ന ഈ കോലങ്ങൾ പത്തനംതിട്ടയിൽ എത്തിക്കാൻ വേണ്ടി മോക്ഷഗിരി മഠത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള രമേശ് ശർമാജിയാണ് നമ്മളോട് ഇപ്പോൾ ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തിരുവപ്പനും പറശ്ശിനിക്കടവ് മുത്തപ്പനും പത്തനംതിട്ടയിൽ എത്തുന്നത്. ഏതൊക്കെ ദിവസങ്ങളിലാണ് ശർമാജി ഇവർ രണ്ടുപേരും എത്തുന്നത്? പറശ്ശിനിക്കടവ് മുത്തപ്പനും തിരുവപ്പനും 2026 മെയ് 23, 24 തീയതികളിലാണ് നമ്മുടെ ഈ മഠത്തിലെത്തുന്നത്. ഇതിനു മുമ്പ് 2015, 2017 കാലങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായിട്ട് തന്നെ വെള്ളാട്ടം നടന്നിട്ടുണ്ട് 2 ദിവസം. സാധാരണ മുത്തപ്പനും തിരുവപ്പനും ഒരുമിച്ച് പോകുന്നത് അത്യപൂർവമാണ്. കാര്യം ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ തിരുവപ്പനും മുത്തപ്പനും കിട്ടും. അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം മുത്തപ്പൻ മാത്രമാണ് പോകാറുള്ളത്. പക്ഷെ ഇവിടെ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് പറശ്ശിനിക്കടവ് മുത്തപ്പനും തിരുവപ്പനുമാണ് എഴുന്നള്ളുന്നത്. സമീപ ജില്ലയായ കോട്ടയം അല്ലെങ്കിൽ ആലപ്പുഴ, കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം പോയിട്ട് അല്ലെങ്കിൽ എറണാകുളം ഈ ഭാഗങ്ങളിലൊന്നും ഇങ്ങനെ രണ്ടുപേരും കൂടെ എഴുന്നള്ളത്തില്ല. അത് പത്തനംതിട്ടയിലെ ഈ മോക്ഷഗിരി മഠത്തിലെത്തുന്നത് ഒരു പ്രത്യേക ദൈവാനുഗ്രഹം തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും. കാര്യം മുത്തപ്പനും തിരുവപ്പനും കൂടെ എത്തുക എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവും ഒരുമിച്ച് വരിക എന്നാണ്. അപ്പൊ അതൊരു സമ്പൂർണ്ണ അനുഗ്രഹമാണ് ഈ ദേശക്കാർക്ക് ഉണ്ടാകുന്നത്. ശർമാജി, എപ്പോഴൊക്കെയാണ്? കാരണം ഇത് പകലാണോ ഇതിന്റെ പൂജയും മറ്റു കാര്യങ്ങളും? അതൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി എങ്ങനെ? നമുക്ക് രാവിലെ തൊട്ട് തന്നെ ഇതിന്റെ ചടങ്ങുകൾ തുടങ്ങുമെങ്കിലും പ്രധാനമായിട്ടും നമുക്കൊരു ഉച്ചയോടടുപ്പിച്ച് ഇവിടെ ഭക്തിഗാനസുധയും അതുപോലെ തന്നെ മറ്റുള്ള കലാപരിപാടികളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും 3 മണിയാകുമ്പോഴത്തേക്ക് മുത്തപ്പൻ്റെ ഈ വെള്ളാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കും. അതിൻ്റെ തുടക്കം കുറിക്കൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ അടൂർ MLA ശ്രീ ശാന്തകുമാർജി, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആതിര മേഡം, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ 3 മണിക്കാണ്. അതിനുശേഷം വെള്ളാട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭക്തർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് മഠത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്? ഭക്തർക്ക് ഇവിടെ വരുന്ന ഭക്തർക്ക് പറശ്ശിനിക്കടവിലെ പോലെ തന്നെ, നിങ്ങൾ മുത്തപ്പൻ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ചെല്ലുന്നവർക്കെല്ലാം പ്രസാദം, പയറുപ്രസാദം, അതുപോലെ തന്നെ ചായ, അതുപോലെ തന്നെ അന്നദാനം, ഇതെല്ലാം അവിടെ ഉണ്ട്. കാര്യം വരുന്ന ഭക്തർക്ക് തൃപ്തിയായി മടങ്ങണം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ മെയ് 23, 24 അപ്പൊ പ്രധാനപ്പെട്ട ചടങ്ങ് ഏത് ദിവസമാണ്? 2 ദിവസവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ്. ആദ്യത്തെ ദിവസം 23-ാം തീയതി പ്രത്യേകിച്ചും 3 മണിക്ക് ശേഷം പറശ്ശിനിക്കടവ് മുത്തപ്പൻ വെള്ളാട്ടമാണ് നടക്കുന്നത്. അത് രാത്രി വരെ ഉണ്ടാവും. രാത്രി ചിലപ്പോൾ 8-9 മണി വരെ നീണ്ടുപോകും, ഭക്തരുടെ അനുസരിച്ചിട്ടാണ്. എന്നാൽ 24-ാം തീയതി രാവിലെ 7 മണി മുതൽ മുത്തപ്പനും തിരുവപ്പനും വെള്ളാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതും രാത്രി വരെ നീണ്ടുപോകും. അങ്ങനെ പറശ്ശിക്കട മുത്തപ്പനെ സ്വീകരിക്കാൻ മോക്ഷഗിരി മഠം ഒരുങ്ങിയിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.